السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിലെ അഅ്മാലു ഖുലൂബുകൾ ക്രോഡീകരിച്ച അൽ ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ മൻസിലത്തു തൗബയുടെ മൻസിലത്താണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് തൗബ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ പറയുകയുണ്ടായി, ചില മശ്ഹദുകൾ പറയുകയുണ്ടായി. 9 നമ്മൾ പറഞ്ഞു. അതിൽ 10ാമത്തേതാണ് ഇനി വായിക്കാനുള്ളത്. മൻസിലത്തു തൗബയുടെ അവസാന ഭാഗം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, മശ്ഹദുൽ ഉബൂദിയ്യ വൽ മഹബ്ബ. ഈ മശ്ഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10ാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഉബൂദിയത്തിൻ്റെ, അഥവാ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ളതിൻ്റെ, വൽ മഹബ്ബ, മഹബ്ബത്തിൻ്റെ, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ, വശൗഖ ഇലാ ലിഖാ ഉബൂദിയ്യത്തി വൽ മഹബ്ബത്തി വശൗഖ ഇലാ ലിഖാഇഹി, അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ, വൽ ഇബ്തിഹാജ് ബിഹി വൽ ഫർഹ് വസ്സുറൂരി ബിഹി, അള്ളാഹുവിനെ കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന, ആനന്ദം അനുഭവിക്കുന്ന ഒരവസ്ഥ. ഫതഖറു ബിഹി ഐനുഹു, അള്ളാഹുവിനെ കൊണ്ട് അവൻ്റെ കണ്ണിന് കുറുമയുണ്ടാവുക, അഥവാ അവന് സമാധാനവും സന്തോഷവും ഉണ്ടാവുക. വയസ്കുന് ഇലൈഹി ഖൽബുഹു, അവൻ്റെ ഖൽബ് അള്ളാഹുവിലേക്ക് സമാധാനം കൊള്ളുന്നതാവുക. വതത്മഇന്നു ഇലൈഹി ജവാരിഹുഹു, അവൻ്റെ ശരീരം, അവയവങ്ങൾ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്ന, സമാധാനം കൊള്ളുന്ന അവസ്ഥയുണ്ടാവുക. വയസ്തൗലി ദിക്റുഹു അലാ ലിസാനി മുഹബ്ബിഹി വ ഖൽബിഹി, അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അവനോട് എപ്പോഴും അവനിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്ന അവസ്ഥ, ഇഷ്ടത്തോടുകൂടി ഖൽബിൽ നിന്നുള്ള ദിക്ർ എപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ഈ പശ്ചാത്തപിച്ച് മടങ്ങി ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നസൂഹായ രീതിയിൽ അള്ളാഹുവിലേക്ക് ഒരടിമ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ, നമ്മൾ കഴിഞ്ഞ മശ്ഹദുകളൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങൾ അവന് ബോധ്യപ്പെടും. അള്ളാഹു എത്രത്തോളം അവനോട് കാരുണ്യം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന് അവനോടുള്ള ഇഷ്ടം, അള്ളാഹുവിലേക്കുള്ള ആവശ്യകത, അങ്ങനെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ആ അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ, അതുപോലെ അള്ളാഹുവിനെയാണ് മറ്റെന്തിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടേണ്ടത് എന്നുള്ളതിൻ്റെ, അതുപോലെ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിലും അള്ളാഹുവിനെ പറ്റിയുള്ള സംസാരങ്ങളിലും അള്ളാഹുവിൻ്റെ ദീന് കൊണ്ടും സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥ, അതവന് കൺകുളിർമയാകുന്ന, അതിൽ മാത്രമേ അവന് സമാധാനം കണ്ടെത്താൻ സാധിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അങ്ങേയറ്റ ഇഷ്ടത്തോടു കൂടി കൽബ് കൊണ്ട്, ദിക്ർ കൽബ് കൊണ്ടും നാവ് കൊണ്ടും ഉണ്ടാകും, ഇത് കൽബ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് അവൻ്റെ അവസ്ഥ എന്താകുമെന്ന് പറയാണ്. ഫതസീറു ഖതറാത്തുൽ മഹബ്ബത്തി മകാന ഖതറാത്തിൽ മഅസിയ, പാപത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്ന സ്ഥാനത്ത് അവന് പിന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ചുള്ള ചിന്തകളും ആ വിചാരങ്ങളുമായി തീരും. വ ഇറാദത്തു തഖർറുബ് ഇലൈഹി വ മർളാതിഹി മകാന ഇറാദത്തി മആസിഹി വ മസാഖിതിഹി, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന പാപങ്ങളോടുള്ള ആ താല്പര്യത്തിൻ്റെ സ്ഥാനത്ത് എന്തു വരും? അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനും അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനുള്ള ആഗ്രഹവും തോന്നലുകളുമായി തീരും. വഹറകാത്തുൽ ലിസാനി വൽ ജവാരിഹ് ബിത്വാഅത്തി മകാന ഹറകാതിഹാ ബിൽ മആസി, അള്ളാഹുവിനെ ധിക്കരിക്കാൻ, പാപം ചെയ്യാൻ അവൻ്റെ അവയവങ്ങൾ, അവൻ്റെ നാവും അവയവങ്ങളും എല്ലാം ചലിച്ചിരുന്ന സ്ഥാനത്ത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും അള്ളാഹുവിന് അനുസരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി തീരും. അഥവാ പാപങ്ങൾ ചെയ്യാൻ അവൻ്റെ നാവും ശരീരങ്ങളും ചലിച്ചിരുന്ന സ്ഥാനത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങൾക്ക് ആ ചലനമായി തീരും. വഖദ് ഇംതലഅ ഖൽബുഹു മിൻ മഹബ്ബതിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ്റെ ഖൽബ് നിറയും. വലഹിജ ലിസാനുഹു ബിദിക്രിഹി, അവൻ്റെ നാവ് എപ്പോഴും
ആ നാവ് അടിക്കുന്നത് അള്ളാഹുവിനുള്ള ദിക്റിന് വേണ്ടിയായിത്തീരും. വൈൻ ഖാദത്തിൽ ജവാരിഹു ലി ത്വാഅതിഹി, അള്ളാഹുവിനുള്ള അനുസരണത്തിൽ അവയവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അത് അവരുടെ ശീലമായിത്തീരും. ഫഇന്ന ഹാദിഹിൽ കസ്റത്തൽ ഖാസത ലഹാ തഅ്സീറുൻ അജീബുൻ ഫിൽ മഹബ്ബത്തി ലാ യുഅബ്ബറു അൻഹു. ഈ ഒരു രീതിയിൽ പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിത്തകർന്ന് ഇങ്ങനൊരവസ്ഥയിലെത്തുക എന്നുള്ളത് വലിയൊരു സ്വാധീനം ഒരു അടിമയുടെ ഉള്ളിലുണ്ടാകും. അത് ഒരു വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത, വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരിക്കും. എന്നൊരു ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, വകാന ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ യഖൂൽ, ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയാറുണ്ടായിരുന്നു, മൻ അറാദ സഅാദത അൽ അബദിയ, ആർക്കാണോ നിലനിൽക്കുന്ന സൗഭാഗ്യവും സന്തോഷവും വേണ്ട, ഫൽയൽസം അത്ബത്തൽ ഉബൂദിയ, അള്ളാഹുവിനുള്ള ആരാധനയുടെ മുമ്പിൽ അവൻ സ്ഥിരതയോടുകൂടി ആ താഴ്മ കാണിച്ച് അതിനു മുമ്പിൽ അവൻ ഉറച്ചു നിൽക്കട്ടെ എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് കൊണ്ട് മാത്രമേ ഒരാൾക്ക് എപ്പോഴും സൗഭാഗ്യവും സന്തോഷവും ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ അള്ളാഹുവിനോടുള്ള ഇഷ്ടമാവട്ടെ, കാണാനുള്ള ആഗ്രഹമാവട്ടെ, ദിക്റാവട്ടെ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉബൂദിയത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മാത്രമേ ഒരാൾക്ക് സൗഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഒരു മൻസിലത്തുൽ തൗബ അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, വൽ ഖസ്ദ്, ഇതുകൊണ്ടുള്ള മൊത്തത്തിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന ഹാദിഹി ദില്ലത വൽ കസ്റത അൽ ഖാസത തുദ്ഖിലുഹു അലല്ലാഹ്, പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ഒരുവനുണ്ടാകുന്ന ഈ നിന്ദ്യത, ഈ തകർച്ച, ഇത് അള്ളാഹുവിലേക്ക് അവനെ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അവനെ എത്തിക്കും. വതർമീഹി അലാ ത്വരീഖിൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലേക്ക് അവനെ എത്തിക്കും. ഫയുഫ്തഹു ലഹു മിൻഹാ ബാബുൻ ലാ യുഫ്തഹു ലഹു മിൻ ഗൈരി ഹാദിഹി ത്വരീഖ്, ഈ ഒരു മാർഗത്തിലൂടെ അല്ലാതെ തുറന്നു കിട്ടാത്ത ധാരാളം കവാടങ്ങൾ അവന് മുമ്പിൽ തുറക്കപ്പെടും. അഥവാ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അള്ളാഹുവിൻ്റെ പല നാമങ്ങളും വിശേഷണങ്ങളും അതുപോലെ തന്നെ തൻ്റെ ദുർബലതയും അതെല്ലാം ബോധ്യപ്പെടുന്നത് അവൻ്റെ മേലെ അള്ളാഹു തആല ഈ പാപം വിധിച്ചുകൊണ്ടായിരിക്കും. അത് തൗബ ചെയ്ത് മടങ്ങാനുള്ള തൗഫീഖ് ലഭിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അല്ലാതെ ലഭിക്കാത്ത ധാരാളം കാര്യങ്ങൾ അവന് ഈ ഒരു മാർഗത്തിലൂടെ തൗബ ചെയ്യുന്നതിലൂടെ, പാപം സംഭവിച്ചതിലൂടെ ലഭിക്കും. വഇൻ കാനത് തുർഖു സായിരിൽ അഅമാലി വത്ത്വാആതി തഫ്തഹു ലിൽ അബ്ദി അബ്വാബ മിനൽ മഹബ്ബ, ബാക്കിയുള്ള ധാരാളം സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിനുള്ള അനുസരണങ്ങൾ, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ കവാടങ്ങൾ തുറക്കുമെങ്കിലും, ولكن الذي يفتح منها من طريق الذل والانقصار والافتقار وازدراء النفس ورؤيتها بعين الضعف والعجز والعيب والنقص والذم, എന്നാൽ ഈ ഒരു രീതിയിലൂടെ, അഥവാ ഈ അങ്ങേയറ്റത്തെ ദില്ല്, തകർച്ച, അള്ളാഹുവിലേക്കുള്ള ആവശ്യകത, താൻ ദുർബലനാണെന്നുള്ള ബോധം, തൻ്റെ കുറവുകൾ ബോധ്യപ്പെടുക, സ്വന്തത്തെ ആക്ഷേപിക്കുന്ന ഞാൻ വലിയ ആളല്ല എന്നുള്ള തോന്നലുണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തുറക്കുന്ന കവാടങ്ങൾ, ബിഹൈസു യുഷാഹിദുഹാ ദൈഅതൻ വഅജ്സൻ വതഫ്രീതൻ വദംബൻ വഖതീഅതൻ, ഇതൊക്കെ എപ്പോഴുണ്ടാകുന്നത്? അവൻ ഓരോ കാര്യങ്ങൾ, അള്ളാഹുവിനോടുള്ള കടമകൾ പാഴാക്കിയതിനാൽ, തൻ്റെ ദുർബലത കാരണത്താൽ, പാപങ്ങൾ സംഭവിച്ചത് കാരണത്താൽ അവനുണ്ടാകുന്ന, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവനുണ്ടാകുന്ന ഈ ഒരു അവസ്ഥ എന്നുണ്ടല്ലോ, നൗഉൻ ആഖർ വ ഫത്ഹുൻ ആഖർ, അത് മറ്റൊരു ഇനമാണ്, മറ്റൊരു രീതിയിലുള്ള തുറവിയാണ്. അതായത് അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ പറ്റും, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും, അള്ളാഹുവിൻ്റെ ഇഷ്ടം അനുഭവിക്കാൻ സാധിക്കും, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാവുക ഒക്കെ ചെയ്യും. പക്ഷേ ഈ രീതിയിൽ തൻ്റെ എല്ലാ ദുർബലതയും ബോധ്യപ്പെട്ട്, അള്ളാഹുവിലേക്കുള്ള ആവശ്യകത മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ബോധ്യപ്പെട്ട്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ബോധ്യപ്പെട്ട്, അള്ളാഹുവിൻ്റെ സിത്തർ ബോധ്യപ്പെട്ട്, അള്ളാഹുവിൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നത്, അള്ളാഹു ചൊരിഞ്ഞ ഔദാര്യം, അള്ളാഹു നൽകിയ തൗഫീഖ്, ഇപ്പോൾ നമ്മൾ ഈ മൻസിലത്ത് തൗബയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ട് ഒരുവൻ അള്ളാഹുവിനോടുണ്ടാകുന്ന ഇഷ്ടം എന്നുള്ളത് അത് വേറൊരു ഇനമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം പറയാണ്. വസാലിക് ബിഹാദ ത്വരീഖ്, ഈ ഒരു മാർഗത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരുവൻ, അല്ലെങ്കിൽ ഇങ്ങനെ മാറി വരുന്ന, അല്ലെങ്കിൽ അള്ളാഹു ഒരു അടിമയുടെ മേലെ പാപം വിധിച്ച് പശ്ചാത്തപിക്കാനുള്ള തൗഫീഖ് നൽകി അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കി വരുമ്പോഴുണ്ടാകുന്നൊരവസ്ഥ ഗരീബുൻ ഫിന്നാസ്, ജനങ്ങളിൽ അപരിചിതമായിട്ടൊരവസ്ഥയായിരിക്കും. കാരണം അവനാ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതായത് നമ്മൾ ഈ തൗബയുടെ എല്ലാ കാര്യങ്ങളും ആലോചിക്കണം.
തൗബയിലൂടെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് നിൽക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്കൊന്നും അനുഭവിക്കാത്ത, മനസ്സിലാകാത്ത രീതിയിൽ അപരിചിതം അനുഭവിക്കുന്ന ആളായിരിക്കും. വഹും ഫീ വാദിൻ വഹുവ ഫീ വാദിൻ, അവരെല്ലാവരും ബാക്കിയുള്ള മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളൊക്കെ മറ്റേതൊരു താഴ്വരയിലാണ്. എന്നാൽ ഈ രീതിയിൽ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുള്ള, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടായിട്ടുള്ള ഒരുവൻ മറ്റൊരു താഴ്വരയിലാണ്. ഈ രണ്ടും രണ്ടിനമാണ്. വഹിയ തുസമ്മ ത്വരീഖത്തു ത്വയ്ർ, അതിന് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷിയുടെ മാർഗം എന്ന നിലക്ക് പറയാം. അതായത് എല്ലാവരും അള്ളാഹുവിലേക്ക് പോവുകയാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ സാധാരണ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ ഇവൻ്റെ യാത്ര പക്ഷിയുടെ മാർഗം പോലെയാണ്. എന്താണ് ഉദ്ദേശം? യസ്ബിഖുന്നാഇമു ഫീഹാ അലാ ഫിറാഷിഹി അസ്സുആത്ത്. ഇത് ഒന്ന് വിശദീകരിക്കേണ്ട ഒരു പദപ്രയോഗമാണ്. അതായത് തൻ്റെ കിടപ്പറയിൽ കിടന്നുറങ്ങുന്ന ഒരുവനാണെങ്കിൽ പോലും അവൻ യാത്ര പോകുന്ന ധാരാളം ആളുകളെ മുൻകടന്നിട്ടുണ്ടാകും എന്ന്. അഥവാ ഇവിടെ ഉദ്ദേശം അവയവങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകളെക്കാൾ ഇതുപോലെ ഖൽബിനുണ്ടാകുന്ന മാറ്റം കൊണ്ടും മഅരിഫത്തുകൾ കൊണ്ടും എല്ലാം അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലൂടെ ഒരു വഴിയിലേക്ക് സഞ്ചരിക്കുന്നവനും അതുപോലെ പക്ഷികൾ പറക്കുന്ന പോലെ പറന്നെത്തുന്നവനും പോലെയാണ് എന്ന്. അതാണ് പറഞ്ഞത്. പിന്നെ കിടപ്പറയിൽ കിടന്നുറങ്ങിക്കൊണ്ടും മറ്റുള്ളവരെ മുൻകിടക്കുന്നവൻ എന്നുള്ളത്. ഇത് ഇബ്നു റജബുൽ ഹംബലി എല്ലാം പിന്നെ അദ്ദുൽജ, പിന്നെ അസിയറു ഇല ദുൽജ എന്നുള്ള അദ്ദേഹത്തിൻ്റെ റിസാലയിൽ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ പിന്നെ ഉറങ്ങിക്കൊണ്ട് മുന്നിലെത്താൻ പറ്റുന്നവനാണ് ഉത്തമൻ എന്നുള്ളത്. അതായത് ബാക്കിയുള്ള ആളുകൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് യാത്ര ചെയ്ത്, ഇപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, ഇപ്പോൾ ഒരാൾ വാഹനത്തിൽ പോവുകയാണ്, വേറൊരാൾ ഫ്ലൈറ്റിൽ പോവുകയാണ്. ഏതാണ് യാത്ര എളുപ്പത്തിലെത്തുക, വേഗത്തിലെത്തുക, ഏതാണ് പിന്നെ മുൻപിലെത്തുക? ആ ഫ്ലൈറ്റിലെ യാത്ര. അതുപോലെയാണ് പക്ഷികളെ യാത്ര ചെയ്യുന്ന പോലെ ആയിരിക്കും ഇവനൊരു സ്ഥലത്തേക്ക്. ബാക്കിയുള്ള ആളുകൾ അള്ളാഹുവിലേക്ക് ഭൂമിയിലൂടെ പോകുന്ന പോലെയാണെങ്കിൽ ഇവൻ പക്ഷികൾ പോകുന്ന പോലെ ആയിരിക്കും. അവരൊക്കെ മുൻകടന്നെത്തുന്ന അവസ്ഥയുണ്ടാകും. ഫയുസ്ബിഹു വഖദ് ഖത്ത് അർ റക്ബ, അവൻ ഉറങ്ങുകയായിരിക്കും, പക്ഷെ അവൻ മറ്റുള്ളവരെക്കാൾ മുന്നിലായിക്കൊണ്ട് ആ യാത്രാ ദൂരം കടന്നിട്ടുണ്ടാകും. ബൈനാഹു വയുഹദ്ദിസുക് വൈദാ ബിഹി ഖദ് സബഖ അത്ത്ർഫ വഫാത അസ്സുആത്ത്. അവൻ നിന്നോട് സംസാരിക്കുകയാണെങ്കിലും, അവൻ നിന്നോട് സംസാരിക്കുന്നൊപ്പം ഉണ്ടെങ്കിലും അവൻ എപ്പോഴോ മുന്നോട്ടെത്തിയിട്ടുണ്ടാകും. ബാക്കിയുള്ള യാത്രാ സംഘങ്ങളൊക്കെ മുന്നിട്ടിട്ടുണ്ടാകും. ഫല്ലാഹുൽ മുസ്തആൻ വഹുവ ഖൈറുൽ ഗാഫിരീൻ. അള്ളാഹുവാണ് സഹായം ചോദിക്കപ്പെടുന്നവൻ, അവൻ ഏറ്റവും അധികം പാവം പൊറുക്കുന്നവരിൽ ഉത്തമനാണ്. അഥവാ ഈ രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുന്ന ഒരുത്തൻ മറ്റുള്ളവരെക്കാൾ ഒരുപാട് മുന്നിലെത്തുന്ന, മുൻകടക്കാൻ സാധിക്കുന്ന ഒരുവനാണ് എന്നിട്ട് പറയാണ്. വഹാദല്ലതി, ഇവിടൊക്കെ പറയാനുള്ള കാരണം എന്താണ്? ഒരു മുഅ്മിൻ്റെ മേലെ അള്ളാഹു പാപം വിധിച്ചത് എന്തിനായിരിക്കും, അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്തുകൾ, ആ തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുന്നതിൽ അവരോട് അവനുണ്ടാകുന്ന മാറ്റങ്ങൾ അതറിയിക്കാനാണ്. വഹാദല്ലതി ഹസല ലഹു മിൻ ആസാരി മഹബ്ബത്തില്ലാഹി ലഹു, ഈ ഒരു അവസ്ഥയാണ് അവനുണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. എന്ത്? അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം അനന്തരമായിട്ട് അവനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വഫർഹിഹി ബിതൗബതി അബ്ദിഹി, അങ്ങനെയല്ല, ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അവന് മാറ്റം സംഭവിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന് അവനോടുള്ള ഇഷ്ടം അനന്തരമായിട്ടുണ്ടായിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ ഇഷ്ടം അവന് ലഭിക്കുന്നത്. വഫറഹിഹി ബിതൗബതി അബ്ദിഹി, അതുകൊണ്ടാണ് അള്ളാഹു തആല അടിമയുടെ തൗബ കൊണ്ട് സന്തോഷിക്കുന്നത്. ഫഇന്നഹു സുബ്ഹാനഹു യുഹിബ്ബു തവ്വാബീൻ, കാരണം അള്ളാഹു തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. വയഫ്റഹു ബിതൗബതിഹി അഅ്ലമ ഫർഹിൻ വഅക്മലഹു, അള്ളാഹു തആല അവൻ്റെ തൗബ കൊണ്ട് ഏറ്റവും മഹത്തരമായിട്ടുള്ള രീതിയിൽ സന്തോഷിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് അടിമയുടെ തൗബയിൽ അള്ളാഹു സന്തോഷിക്കുന്നതിൻ്റെ ആ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നിട്ട് പറയാണ്, ഫകുല്ലമാ ത്വാല അൽ അബ്ദു മിനനഹു സുബ്ഹാനഹു അലൈഹി ഖബ്ല അദ്ദംബ്, ഒരടിമ ആലോചിക്കുകയാണ് എങ്കിൽ, അവൻ പരിശോധിക്കുകയാണ് എങ്കിൽ, പാപത്തിന് മുമ്പ് അല്ലെങ്കിൽ പാപം സംഭവിക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല അവൻ്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെ, വഫീ ഹാലി മുവാഖഅത്തി ദംബ്, പാപം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാപം സംഭവിക്കുന്ന സമയത്ത് അള്ളാഹു അവൻ്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭൂമി കുലുക്കമുണ്ടായി, നമ്മൾ പാപം ചെയ്യുന്ന ഏതൊരു ബിൽഡിങ്ങിൻ്റെ അകത്തോ അല്ലെങ്കിൽ എവിടെയാണോ അതെല്ലാം കൂടി തകർന്ന് നമ്മുടെ മേലെ വീഴാം. അല്ലെങ്കിൽ നമ്മൾ രഹസ്യമായി ചെയ്യുന്ന പാപം ആളുകളുടെ മുമ്പിൽ വെളിവാക്കാം. അങ്ങനെ പലതും ചെയ്യാം. പക്ഷേ അപ്പോഴും അള്ളാഹു അവൻ്റെ മേലെ ഒരുപാട് അവന് അത് ചെയ്യാനുള്ള ആയുസ്സും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ എങ്ങനെയായിരിക്കും?
അല്ല, അതായത് അവന് ആരോഗ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വബഅദ ദംബ്, പാപത്തിന് ശേഷം അള്ളാഹു അവൻ്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതെല്ലാം അവൻ ആലോചിച്ചു കഴിഞ്ഞാൽ വബിർറഹു ബിഹി, അവനോട് അള്ളാഹു കാണിച്ചിട്ടുള്ള പുണ്യം, വഹിൽമഹു അൻഹു, ഉടനടി പിടികൂടാതെ അവനോട് അള്ളാഹു കാണിച്ചിട്ടുള്ള അവധാനത, അതായത് തെറ്റ് ചെയ്തതിന് ഉടനടി പിടികൂടാതെ, വഇഹ്സാനഹു ഇലൈഹി, അവനോട് അള്ളാഹു ചൊരിഞ്ഞിട്ടുള്ള ഇഹ്സാൻ, ഹാജത് മിൻ ഖൽബിഹി ലവാഇജു മഹബ്ബത്തിഹി വശൗഖ ഇലാ ലിഖാഇഹി, അതെല്ലാം ആലോചിക്കുമ്പോൾ, അഥവാ പാപം ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയിട്ട് പാപം ചെയ്യുന്നതിന് മുമ്പ് അവനോട് അള്ളാഹ് കാണിച്ച അനുഗ്രഹങ്ങൾ, പാപം ചെയ്യുമ്പോൾ, പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഖൽബിൽ ജ്വലിക്കാൻ തുടങ്ങുന്ന നാളങ്ങൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെയും അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തിൻ്റെയും ആയിരിക്കും. ഫൈനൽ ഖുലൂബ മജ്ബൂലത്തുൻ അലാ ഹുബ്ബി മൻ അഹ്സന ഇലൈഹ, കാരണം ഒരു ഖൽബിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് പ്രകൃതിയാ തന്നെ അവനോട്, ആ ഖൽബിനോട് ഇഹ്സാൻ ചെയ്തിട്ടുള്ള ആളുകളോട് ഒരു ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് പ്രകൃതിയാ ഖൽബിനുണ്ടാകുന്ന ഒരു കാര്യമാണ്, പ്രകൃതിയാ ഖൽബിനുണ്ടാകുന്ന ഒരു കാര്യമാണ്. വഅയ്യു ഇഹ്സാനിൻ അഅ്ളമു മിൻ ഇഹ്സാനി മൻ യുബാരിസുൽ അബ്ദു ബിൽ മആസി, ഏതൊരു ഇഹ്സാനാണ് ഇതിനേക്കാൾ വലുതുള്ളത്, അഥവാ പാപം കൊണ്ട് അവനെ ധിക്കരിച്ചുകൊണ്ട് അടിമ വെളിവായി നിന്നിട്ടും അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്തിട്ടും അവനോട് ഇഹ്സാൻ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ഇഹ്സാൻ എന്താ ഉള്ളത്? അവൻ പാപങ്ങൾ വെളിവായി ചെയ്യുന്നു, പക്ഷെ എന്നിട്ടും അവൻ ഇഹ്സാൻ ചൊരിയുന്നു. വഹു യമുദ്ദുഹു ബിനിഅമിഹി, അല്ലാഹു ആണെങ്കിലും അവൻ്റെ അനുഗ്രഹങ്ങൾ നീട്ടിക്കൊടുക്കുന്നു. വയുആമിൽഹു ബിഅൽതാഫിഹി, അവനോട് ഏറ്റവും കൃപയോടുകൂടി ഇടപഴകുന്നു. വയുസ്ബിലു അലൈഹി സത്രഹു, അള്ളാഹു അവൻ്റെ മറ അവൻ്റെ മേലെ വലിച്ചു നീട്ടിയിടുന്നു, അഥവാ പാപങ്ങൾ ചെയ്യുമ്പോൾ അത് ആളുകളിൽ നിന്ന് മറച്ചു വെക്കുന്നു. വയഹ്ഫളുഹു മിൻ ഖതഫാതി അഅദാഹിൽ മുതഖറബീന ലഹു അദ്നാ അസ്റത്തിൻ, അവനോട് ഏറ്റവും അടുത്തിട്ടുള്ള, അവനിൽ നിന്ന് ചെറിയ തെറ്റ് പറ്റിയാൽ മതി എന്ന നിലക്ക് പിടികൂടാനായി നിൽക്കുന്ന ശത്രുക്കളുടെ കൊളുത്തുകളിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നവൻ. യനാലൂന മിൻഹു ബിഹാ ബുഗിയതഹും, ചെറിയൊരു തെറ്റ് പറ്റിയാൽ മതി, ആ ശത്രുക്കൾക്ക് ആവശ്യമായത് അവനിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ച് അവനെ പിടികൂടാനായിട്ട് നിൽക്കുന്ന ആ ശത്രുക്കളിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്ന, ഇങ്ങനെയൊക്കെ ഇഹ്സാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ ഇഹ്സാൻ എന്താ ഉള്ളത്? വയറുദ്ദുഹും അൻഹു, ഇവനിൽ നിന്ന് ആ ശത്രുക്കളെ അല്ലെങ്കിൽ അവരുടെ കെണിയിൽപ്പെടാതെ ഇവനെ രക്ഷപ്പെടുത്തുന്ന ഒരുവൻ. വൈഹൂലു ബൈനഹും വബൈനഹു, ആ ശത്രുക്കളുടെ ഇടയിലും ഇവൻ്റെ ഇടയിലും ഒരു മറയിടുന്ന അള്ളാഹു തആല, അതായത് അള്ളാഹു അടിമയോട് കാണിക്കുന്ന ഇഹ്സാനാണ് പറയുന്നത്. അഥവാ ഇവൻ തെറ്റ് ചെയ്തിട്ട് പോലും വീണ്ടും സംരക്ഷിക്കാനും അനുഗ്രഹങ്ങൾ ചൊരിയാനും ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല. വഹുവ ഫീ ദാലിക കുല്ലുഹു ബിഐനിഹി യറാഹു വയത്തലിഉ അലൈഹി, അവൻ എല്ലാ കാര്യത്തിലും എല്ലാ നിമിഷത്തിലും ഈ ഓരോ സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കാണുന്നുണ്ട്, അവനെ എത്തി നോക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, അവൻ ചെയ്ത് തെറ്ററിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ അള്ളാഹു തആല അവൻ്റെ മേലെ ഇതെല്ലാം ചൊരിയുകയും ഇതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു ഇഹ്സാൻ വേറെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം ഇക്സീർ എന്ന കിതാബിൽ അവസാനിപ്പിക്കുക. അപ്പോൾ തൗബയുമായി ബന്ധപ്പെട്ട് വിശാലമായൊരു ചർച്ച ഈ ഒരു കിതാബിൽ ഏറ്റവും വിശാലമായി ചർച്ച ചെയ്തിട്ടുള്ള മൻസിലത്തു തൗബയാണ്. അതിനാദ്യം തന്നെ ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്, കാരണം അള്ളാഹുലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ മാറ്റത്തിൻ്റെ തുടക്കം എന്നുള്ളത് ഈ മൻസിലത്തു തൗബയാണ് എന്നുള്ളത്. നമ്മൾ മൻസിലത്തു തൗബ അവസാനിച്ചു. ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ദർസ് അവസാനിപ്പിക്കാം. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കിതാബിൽ ആദ്യത്തിൽ പറഞ്ഞു തുടങ്ങിയത് എന്തായിരുന്നു? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന അടിമയും യജമാനനായ അള്ളാഹുവും തമ്മിലുള്ള കരാറിനകത്ത് ഒരടിമ എത്തിച്ചേരുന്ന വ്യത്യസ്ത മർത്തബകളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയാണ് ഉണ്ടായത്. അതിൽ ഒന്നാമത്തേത് മൻസിലത്തുൽ യഖ്ള പറഞ്ഞു, അഥവാ അശ്രദ്ധയിൽ നിന്ന് തനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട് എന്നുള്ള ബോധത്തിലേക്ക് ഉയരുക. പിന്നെ മൻസിലത്തുൽ ഫിക്ര, അവൻ ആലോചിക്കുക, ചിന്തിക്കുക, എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത്. മൂന്നാമത്തേത് അത് കഴിഞ്ഞാൽ അവൻ മൻസിലത്തുൽ ബസീറ, ഉൾക്കാഴ്ചയുള്ളവനായിത്തീരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്താൽ പോരാ, എനിക്ക് നാളെ മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്, ജീവിതമുണ്ട്, എനിക്കൊരു സൃഷ്ടാവുണ്ട്, ഒരു മാറ്റത്തിന്. ആ ബസീറത്തിന് ശേഷം അസീമത്തുണ്ടാകുന്നു, അസ്മുണ്ടാകുന്നു, ദൃഢനിശ്ചയം അവനുണ്ടാകുന്നു. പിന്നെ അതിനുശേഷം മൻസിലത്തുൽ മുഹാസബ, അവൻ സ്വന്തത്തെ ആത്മവിചാരണ ചെയ്യുന്നു. എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നത് എന്നതിനെക്കുറിച്ച് സ്വന്തത്തെ ആത്മവിചാരണ നടത്തുന്നു. പിന്നെ അവൻ മൻസിലത്തു തൗബ, അവൻ തൗബയിലേക്ക് മടങ്ങുന്നു, തൗബ ചെയ്യാൻ വേണ്ടി
പിന്നെ അവനൊരുങ്ങി തൗബയുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് തൗബയുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളാണ് നമ്മളിതിൽ ചർച്ച ചെയ്തത്. ഇതിൻ്റെ ആദ്യത്തിൽ ഹഖീഖത്തു തൗബ, തൗബയുടെ ഹഖീഖത്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തൗബ മഖ്ബൂലാണ് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു. അതുപോലെ ബസീറത്തുള്ള ഒരു വ്യക്തിക്ക് തൗബ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാപം സംഭവിച്ചാൽ അവനുണ്ടാകുന്ന ഉൾക്കാഴ്ചകളെക്കുറിച്ച് വിശാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ അള്ളാഹുവിനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയൊക്കെ അറിയാൻ പറ്റും, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ നഫ്സിൻ്റെ ദുർബലത അല്ലെങ്കിൽ നഫ്സ് കൊണ്ട് എന്തൊക്കെ പാപങ്ങൾ വീട് പോയത് എന്ന കാര്യങ്ങൾ, അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പിശാജ്, പാപത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന പിശാജ് മനുഷ്യനെ കൊടുക്കുന്ന 7 കെണികൾ അതിനെപ്പറ്റി പറഞ്ഞു. ആ 7 കെണികളിലൂടെയാണ് കൊടുക്കാൻ നോക്കുക. പിന്നെ തൗബയുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ പറഞ്ഞു. തൗബ ചെയ്ത് മടങ്ങിയവന് പാപം ചെയ്യാത്തവൻ്റെ പോലെ ദർജയിൽ എത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ രണ്ടാളുകൾ ആരാണ് ഏറ്റവും ഉന്നതമായ ദർജയിലുള്ളത്, അതിൻ്റെ വജിഹകൾ, അത് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ വജിഹകൾ എന്തൊക്കെയാണ് എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം തൗബത്തുൻ നസൂഹ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അതുപോലെ ദുനൂബ് സഗായിർ വ കബായിർ, പാപങ്ങളെ ചെറുതും വലുതുമായി തിരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഫദ്ലിനെ മനസ്സിലാക്കി തരുന്ന, കാരണം പാപങ്ങൾ പൊറുക്കപ്പെടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവശ്യമാണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ പാപങ്ങളുടെ മൊത്തത്തിലുള്ള ഇനങ്ങൾ 12 എണ്ണമായി തിരിച്ചിട്ട് അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞത് പാപം ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഒരുവന് ബോധ്യപ്പെടുന്ന, അവന് മനസ്സിലാകുന്ന യാഥാർത്ഥ്യങ്ങളിൽ 10 മഷ്ഹദുകളും പറഞ്ഞു. അപ്പോൾ തൗബ ചെയ്ത് മടങ്ങുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു മുഅ്മിന്റെ മേലെ പാപം വിധിക്കുന്നതിലൂടെ ധാരാളം ഹിക്മത്തുകൾ അള്ളാഹുവിനുണ്ട്. അതിലൂടെ ഒരുവനുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്, മഹത്തരമാണ്. അവൻ അള്ളാഹുവിനെ ബോധ്യപ്പെടുന്നത് വളരെ മഹത്തരമായ രീതിയിലാണ്. ഈ കാര്യങ്ങൾ പലർക്കും അവരുടെ ജീവിതത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഇത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ധാരാളം ആളുകൾക്ക്. ചില ബോധ്യപ്പെട്ട ആളുകളുണ്ടാകും, അവരാണ് ഇതിൻ്റെ യഥാർത്ഥ ഹക്കുള്ള ആളുകൾ, ഈ പറഞ്ഞ ആളുകൾ. ഇപ്പോൾ ചില ആളുകൾക്ക് ഈ കാര്യങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കിതാബ് വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. മറ്റു ചില ആളുകൾ അത് കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ തീരെ ബന്ധിപ്പിക്കാൻ സാധിക്കാത്തത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ അവർ ഈ ഒരു ഇനത്തിൽ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ബസീറത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന നിലക്ക്. അല്ലാഹു തആല ഓരോരുത്തർക്കും എന്താണോ പിന്നെ കഴിവുള്ളത് അതനുസരിച്ചിട്ടാണ് അവരുടെ മേലെ വിധിക്കുക. ഇത്രയുമാണ് മൻസിലത്തു തൗബയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തത് വരുന്നത് മൻസിലത്തുൽ ഇനാബ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനോടൊപ്പം ഒന്നുകൂടിയും സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നിടുന്നതിനാണ് അൽ ഇനാബ എന്ന് പറയുന്നത്. ഇബാദത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അതിനുശേഷം മൻസിലത്തു തദക്കുർ, അത് കുറച്ച് വിശാലമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം അൽ ഇഅ്തിസാം, അങ്ങനെ ധാരാളം മൻസിലത്തുകൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസുകളിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.